ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. വണ്ണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലർക്ക് പാരമ്പര്യമായിട്ട് വരും, ചിലർക്ക് തൈറോയ്ഡ് മൂലവും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ മൂലവും വരാറുണ്ട്. അപ്പോൾ 100 കിലോയൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, അമിതവണ്ണം തടയാനുള്ള വെയിറ്റ് ലോസ് ടിപ്സുകൾ പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്നൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. ഇത് കഴിക്കേണ്ട രീതി, ആർക്കെല്ലാം ഇത് കഴിക്കാം, ആരൊക്കെ ഇത് കഴിക്കരുത്, എത്ര അളവിൽ കഴിക്കാം എന്നെല്ലാം ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ശ്രദ്ധയോടെ നന്നായിട്ട് ഫുൾ കേട്ടിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അത് വണ്ണം കുറയ്ക്കാനും ഓവർ ഈറ്റിംഗ് ടെൻഡൻസി ഉള്ളതാണെങ്കിൽ അതൊക്കെ മാറി, അതായത് നമുക്ക് വിശപ്പ് തോന്നത്തില്ല, അങ്ങനെ ഒരു അവസ്ഥ കുറച്ച് നേരം അല്ലെങ്കിൽ മണിക്കൂർ നമുക്ക് കിട്ടുന്നതാണ്. അതൊരുപാട് നല്ലൊരു കാര്യമാണ്. ഇത് വെറും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് അല്ല, ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കാത്തവർക്കാണെങ്കിലും ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് വെയിറ്റ് ലോസ് ഡ്രിങ്കിന് ശേഷം ഞാൻ പറയും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. 3 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുക. വെളുത്തുള്ളി നമുക്ക് 3 എണ്ണത്തിൽ കൂടാൻ പാടില്ല. ഒരു ദിവസം ആ ഒരു അളവേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് മുതിർന്നവർക്കുള്ള അളവാണ്, കുട്ടികൾക്കുള്ളതല്ല. പച്ച വെളുത്തുള്ളി ഒരിക്കലും ഡയറക്റ്റ് കഴിക്കരുത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചതച്ചെടുത്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവാണ്. ഒരുപാട് പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ശരിയായിട്ട് നടക്കുകയും വയറുഭാഗത്തും അതുപോലെ നെഞ്ചിൻ്റെ ഭാഗത്തും ഒക്കെ ഒരുപാട് കൊഴുപ്പുകളൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ മാറാനായിട്ട് ഗുണം ചെയ്യുകയും ചെയ്യും. ഈ ഒരു വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം വയ്ക്കണം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വയ്ക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ വെള്ളത്തിലേക്ക് ലയിക്കും. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കൂടുതലായിട്ട് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ മതി. കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മസാലയിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ടാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് 1 സ്പൂൺ തേൻ കൂടി ചേർക്കുന്നുണ്ട്. ശുദ്ധമായ തേൻ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. തേനിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത് തടയും. അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് മൂലം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ തടയാനും നല്ലതാണ്. അപ്പോൾ ചർമ്മമൊക്കെ നല്ല ഗ്ലോ ആയി കിട്ടാനും ഇത് നല്ലതാണ്. വെയിറ്റ് ലോസ് ഡ്രിങ്ക് പൊതുവേ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിച്ചതുപോലെയോ തളർച്ച പോലെയൊക്കെ ഉണ്ടാകും. ഇതിൽ കുറേ വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്തരം പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഇത് നമുക്ക് വെറും വയറ്റിൽ ഉപയോഗിക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. തേനും കൂടി ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ യാതൊരുവിധ എരിച്ചിലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പച്ചയ്ക്കുമല്ല നമ്മൾ ഈ വെളുത്തുള്ളി കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വൈകുന്നേരം ചായയുടെ ആ സമയത്ത് ചായയ്ക്ക് പകരം കഴിക്കുക. രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ ബെഡ് കോഫിക്ക് പകരമായിട്ട് ഇത് കഴിക്കാം. ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് മൈഗ്രെയിൻ്റെ പ്രശ്നം, അല്ലേ? മൈഗ്രെയിൻ്റെ ഭയങ്കര തലവേദന ഉണ്ടാകുമ്പോൾ അത് ഒന്ന് കുറയ്ക്കാനായിട്ട്, അതിൻ്റെ ശക്തി കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഈ ഡ്രിങ്ക് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ നല്ലതാണ്. അപ്പോൾ ജലദോഷം, തൊണ്ടവേദന, ഇതുപോലുള്ള കാര്യങ്ങൾ, മൂക്കടപ്പ്, ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് വെളുത്തുള്ളി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. അപ്പോൾ ജലദോഷം, തൊണ്ടവേദന, മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ റെഗുലറായിട്ട് ഇത് മാറുന്നവരെ കഴിക്കുക, ഡെയിലി കഴിക്കുക. 1 ഗ്ലാസ് ഇതേപോലത്തെ ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ ആ പ്രശ്നം പെട്ടെന്ന് തന്നെ നമുക്ക് മാറി കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് മുമ്പായിട്ടും നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുക. അതിനുശേഷവും ഒരാഴ്ച അടുപ്പിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമുക്കറിയാം ഹോമിയോയിലൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഈ രീതിയിലെങ്കിലും ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കുള്ള
റെമഡീസ് അല്ല നമ്മളിന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ ഈ ഒരു ഗാർലിക് കൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ചോദിക്കാം. അതെല്ലാം ക്ലിയർ ചെയ്തു തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോ ഇഷ്ടപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.